സിൽവർ ലൈൻ സർവേ നിർത്തിവെക്കാൻ സർക്കാർ തലത്തിൽ ധാരണ. പ്രതിഷേധങ്ങൾ ജനവികാരം എതിരാക്കുന്നെന്ന തിരിച്ചറിവിലാണ് നീക്കം. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ശേഷം സർവേയുമായി മുന്നോട്ടു പോകാനാണ് ആലോചന. എന്നാൽ ഇത്തരമൊരു നിർദ്ദേശവും സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്നാണ് കെ-റെയിൽ കോർപ്പറേഷന്റെ വിശദീകരണം. സിൽവർ ലൈൻ യാഥാർത്ഥ്യമാക്കാനുള്ള ത്വരിത നീക്കങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനുള്ള വഴികളും സർക്കാർ തേടുകയാണ്. ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ഒന്നിനുമില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സർവേ നടപടികൾ തത്കാലത്തേക്ക് നിർത്തിവെക്കാനുള്ള രാഷ്ട്രീയ തീരുമാനം. ഇത് സംബന്ധിച്ച വ്യക്തമായ സന്ദേശം സർക്കാർ കെ-റെയിൽ കോർപ്പറേഷന് നൽകിക്കഴിഞ്ഞു. ഇന്നു പലയിടത്തും സർവേ നടപടികൾ ഉപേക്ഷിച്ചു. വരും ദിവസങ്ങളിലും സാഹചര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമാകും സർവേ എന്ന് കെ-റെയിൽ കോർപ്പറേഷൻ വ്യക്തമാക്കുന്നു. എന്നാൽ കല്ലിടൽ നിർത്തിവെക്കുന്നുവെന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകില്ല. അങ്ങനെ ചെയ്താൽ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു എന്ന പ്രചരണം ഉണ്ടാകുമെന്നാണ് ആശങ്ക. ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ടു പോകാനുള്ള വഴികളാണ് കെ-റെയിൽ കോർപ്പറേഷനും തേടുന്നത്. അതിനായി ബോധവത്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത്തരം ശ്രമങ്ങൾ ഉണ്ടാകും. ഇതിനു പുറമെയാണ് CPM നേതാക്കളുടെ ഭവന സന്ദർശനം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏപ്രിലിൽ സർവേ പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് ഏജൻസികളും കെ-റെയിൽ കോർപ്പറേഷനെ അറിയിച്ചിട്ടുണ്ട്. സർവേക്ക് കൂടുതൽ സമയം അനുവദിക്കണമെന്നാണ് ആവശ്യം. കല്ലിടലിന് പകരം വഴികളെക്കുറിച്ചും ആലോചനകൾ സജീവമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ പ്രതിഷേധക്കാരെല്ലാം ഇടതുവിരുദ്ധരും സർക്കാർ വിരുദ്ധരുമല്ലെന്ന് CPI. കിടപ്പാടം നഷ്ടപ്പെടുന്ന ഭയം കൊണ്ട് സമരത്തിന് വരുന്നവരുണ്ടെന്ന് CPI അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു പറഞ്ഞു. പോലീസ് നടപടിയടക്കം തിരുത്തണമെന്നാണ് ആവശ്യമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തുന്ന ആളുകളെല്ലാം ഗവൺമെൻറ് വിരുദ്ധരാണ്, ഇടതുപക്ഷത്തിന് വിരുദ്ധരാണ് എന്നൊരു സമീപനം പാടില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് കിടക്കാടം നഷ്ടപ്പെടുമെന്നുള്ള ഭയത്തിലൊക്കെ പ്രതിഷേധം നടത്തുന്ന നിരവധി ആളുകളുണ്ട്. അവരെ എല്ലാവരെയും ഗവൺമെൻറ്റിൻ്റെ ശത്രുക്കളായിട്ട് കാണേണ്ടതില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും മറ്റ് സിവിൽ ഉദ്യോഗസ്ഥന്മാരായാലും അവരതിനകത്ത് കുറച്ചുകൂടി കോഷ്യസ് ആവേണ്ടതായിട്ടുണ്ട്. സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത നേതാവിനോട് പാർട്ടി വിശദീകരണം തേടി. CPI പിറവൻ ലോക്കൽ സെക്രട്ടറി KC തങ്കച്ചനോടാണ് വിശദീകരണം തേടിയത്. പാർട്ടി അംഗങ്ങൾ സമരത്തിൽ പങ്കെടുത്താൽ നടപടിയെടുക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി P. രാജു ന്യൂസ് 18നോട് പറഞ്ഞു. തങ്കച്ചൻ മാത്രമാണ് അതിൽ പങ്കെടുത്തുള്ളൂ. വേറെ ഒരു സ്ഥലത്തും ഒരു CPIക്കാർ പങ്കെടുത്തായിട്ട് മാധ്യമങ്ങളോ ആരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തങ്കച്ചൻ്റെ പേരിൽ അങ്ങനെ LDF അംഗീകരിച്ച പരിപാടി, പാർട്ടി അംഗീകരിച്ച പരിപാടിക്കെതിരായി പ്രവർത്തിച്ചാൽ അതിൻ്റെ പാർട്ടിയുടെ സംഘടനാപരമായ നടപടി സ്വീകരിക്കപ്പെടും. അതിനുള്ള നടപടികൾ കമ്മിറ്റി കൂടിയോടെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ പുറത്തു വരും തീരുമാനമുണ്ട്. ഇപ്പോൾ വിശദീകരണം സാധാരണഗതിയിൽ ഒരാളെ നടപടി ചെയ്ത് വിശദീകരണം ചോദിക്കണം. അതൊന്നും ചോദിച്ചിട്ടുണ്ട്. തീയതി 3 ദിവസത്തിനകം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കമ്മിറ്റി കൂടി ആവശ്യമായ നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. കെ-റെയിലിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ കലക്ടറേറ്റിനുള്ളിൽ തള്ളിക്കയറാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം. പ്രവർത്തകർ കലക്ടറേറ്റിന്റെ മതിൽ ചാടിക്കടന്നു. കലക്ടറേറ്റ് വളപ്പിൽ കല്ലിടാനായിരുന്നു പ്രവർത്തകരുടെ ശ്രമം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആലപ്പുഴ കലക്ടറേറ്റ് ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സിൽവർ ലൈനിന്റെ പേരിൽ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ തുടരുകയാണ്. പ്രതിപക്ഷത്തിന്റെയും വർഗീയ ശക്തികളുടെയും നേതൃത്വത്തിൽ അരാജക സമരമാണ് നടക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിമർശിച്ചു. സമരത്തിന് ജനങ്ങളുടെ പിന്തുണയില്ലെന്ന് LDF കൺവീനർ A. വിജയരാഘവനും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുടെ സിൽവർ ലൈൻ ഗോൾഡൻ ലൈനായി മാറിയെന്ന് AK ബാലനും പറഞ്ഞു. പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറും വരെ സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കേരളത്തിന് ദോഷം വരുന്ന പദ്ധതികൾക്ക് അത്ര എളുപ്പം കേന്ദ്രത്തിന്റെ ലൈസൻസ് കിട്ടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും പ്രതികരിച്ചു. ഇതൊന്നും ജനങ്ങളുടെ പിന്തുണയുള്ള സമരമേ അല്ല. കോൺഗ്രസ്സുകാരും BJPക്കാരും UDFകാരും നടത്തുന്ന ചില ഒറ്റപ്പെട്ട സമരങ്ങളാണ്. ബഹുജന പിന്തുണ ഈ സമരത്തിനില്ല. ഇന്നലെ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ കണ്ട സംഭവത്തോടുകൂടി ഇന്ത്യക്ക് അപമാനമാണ് കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ പ്രതിപക്ഷ MPമാരും എന്ന് തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട കേരളത്തിലെ പ്രതിപക്ഷ MPമാർ കേരളത്തിന് വികസനം വേണ്ട, റെയിൽ വേണ്ട, ഒന്നും വേണ്ട എന്ന നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നത് സാധാരണ നിലയിൽ
ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. കെട്ടിവെച്ച കാശ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടില്ല. പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് വരെ വിവാദം വേണ്ട എന്ന് സർക്കാർ അനൗദ്യോഗികമായി തീരുമാനിച്ചു എന്നാണ് ഞങ്ങൾ അറിയാൻ കഴിയുന്നത്. അല്ലാതെ താൽക്കാലികമായിട്ടാണ്. ഇനിയിപ്പോൾ ഈ കല്ലിടൽ നിർത്തിവെച്ചാലും സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് സർക്കാർ പൂർണ്ണമായി പിന്മാറി എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നതുവരെ UDF സമരവുമായി മുന്നോട്ട് പോകും. ഒരു തരത്തിലുള്ള അനുമതിയും കേന്ദ്ര ഗവൺമെന്റ് ഈ നിമിഷം വരെ കേരയിൽ പദ്ധതിക്ക് നൽകിയിട്ടില്ല. അത് വസ്തുതയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾക്ക് സത്വര നടപടികളുണ്ടാവും. കേരളത്തിന് ദോഷം വരുന്ന പദ്ധതികൾക്ക് അത്ര എളുപ്പത്തിൽ ലൈസൻസ് കിട്ടില്ല. അതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു രീതി. ഡോക്ടർ നീന പ്രസാദിന്റെ നൃത്തം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ ജഡ്ജിയുടെ കത്ത്. സംഭവത്തിൽ പ്രതിഷേധിച്ച അഭിഭാഷകർക്കെതിരെ ജില്ലാ ജഡ്ജി ബാർ അസോസിയേഷന് നൽകിയ കത്തിലാണ് നൃത്ത പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും ഡിവൈഎസ്പി അമിതമായി ഇടപെട്ടതാണെന്നുമാണ് ജില്ലാ ജഡ്ജി വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പ്രശസ്ത നർത്തകി നീന പ്രസാദ് മോയൻ LP സ്കൂളിൽ നടത്തിയ നൃത്തപരിപാടി ജില്ലാ ജഡ്ജി കലാം പാഷയുടെ നിർദ്ദേശപ്രകാരം പോലീസ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം അഭിഭാഷകരുടെ നേതൃത്വത്തിൽ ജില്ലാ കോടതിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. കോടതി വളപ്പിൽ നടന്ന പ്രതിഷേധം ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ ജഡ്ജി കലാം പാഷ പാലക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റിന് നൽകിയ കത്തിലാണ് താൻ നൃത്തപരിപാടി തടസ്സപ്പെടുത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കുന്നത്. ശബ്ദം കുറയ്ക്കാൻ മാത്രമാണ് സെക്യൂരിറ്റി ഓഫീസർ മുഖേന ഡിവൈഎസ്പിക്ക് സന്ദേശം നൽകിയത് എന്നും എന്നാൽ ഡിവൈഎസ്പി പറഞ്ഞതിനേക്കാൾ അധികമായി പ്രവർത്തിച്ച് പ്രശ്നമുണ്ടാക്കുകയാണ് ചെയ്തതെന്നും കലാം പാഷ വ്യക്തമാക്കി. കലാപരിപാടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് താനെന്നും 6 വർഷം സംഗീതം പഠിച്ചയാളാണെന്നും കത്തിൽ പറയുന്നു. അരങ്ങേറ്റം നടത്തിയില്ലെങ്കിലും ഭരതനാട്യവും ഏറെക്കാലം പഠിച്ചിരുന്നു. മതപരമായ കാരണങ്ങളാൽ നൃത്തപരിപാടി നിർത്തിയെന്ന ആരോപണം വേദനാജനകമാണെന്നും അദ്ദേഹം കത്തിലൂടെ വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ പങ്കെടുത്ത പ്രതിഷേധം കോടതിയുടെ പ്രവർത്തനത്തിന് ശല്യമായതായി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. അതിർത്തിയിൽ നിന്ന് പൂർണ്ണമായി സൈന്യത്തെ പിൻവലിക്കണമെന്ന് ചൈനയോട് ഇന്ത്യ. സേനാ പിന്മാറ്റം വേഗത്തിലാക്കണമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ആവശ്യപ്പെട്ടു. അയൽ രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. സമാധാനം പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര സൈനിക ചർച്ചകൾ തുടരും. ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും ചർച്ചകൾ തുടരാനും ധാരണയായി. We discussed our bilateral relations that have been disturbed as a result of Chinese actions since April 2020. The occasion provided an opportunity to exchange views on major international issues, including Afghanistan and Ukraine. We also took up some other important concerns in our bilateral relationship, including education, travel and commerce. The frictions and tensions that arise from China's deployment since April 2020 cannot be reconciled with a normal relationship between two neighbors. India wants a stable and predictable relationship, but restoration of normalcy will obviously require a restoration of peace and tranquility. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും വാങ്ങി കൂടിക്കാഴ്ച നടത്തി. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, ഗാൽവൻ സംഘർഷത്തിന് ശേഷം ആദ്യമായാണ് ഒരു ചൈനീസ് നേതാവ് ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നുള്ളതായിരുന്നു വാങ്ങിയുടെ സന്ദർശനത്തിന്റെ പ്രത്യേകത. എന്നാൽ വാങ്ങി സന്ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം വിദേശകാര്യ മന്ത്രാലയം നൽകിയിരുന്നില്ല. ഇത്തരത്തിലുള്ള പ്രസ്താവനകളോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അറിയിപ്പുകളോ ഒന്നും തന്നെ നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ആണ് വാങ്ങി ഡൽഹിയിൽ എത്തിയത്. അതിനുശേഷം വിദേശകാര്യമന്ത്രിയുമായും അതോടൊപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും ചർച്ച നടത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വാങ്ങി നടത്തിയ പരാമർശത്തിൽ ഇന്ത്യക്ക് അതൃപ്തിയുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറിയിപ്പ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരുന്നത്. എന്നാൽ ക്രിയാത്മകമായ ചർച്ചകളാണ് നടന്നത് എന്നാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിർത്തി മേഖലകളിൽ നിന്ന് ചൈനീസ് സൈന്യത്തെ പിൻവലിക്കണമെന്ന കാര്യത്തിൽ ഇന്ത്യ നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യം ഇന്ത്യ ആവശ്യപ്പെടുകയും വളരെ വേഗത്തിൽ തന്നെ സേനാ അംഗങ്ങളെ
അവിടെ നിന്ന് മാറ്റണം, അതായത് അതിർത്തി മേഖലകളിൽ നിന്ന് പിൻവലിക്കണം എന്ന ആവശ്യം ഇന്ത്യ ശക്തമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനോട് അനുകൂലമായ ഒരു നിലപാട് തന്നെയാണ് വാങ് ഭാഗത്ത് നിന്നുണ്ടായത് എന്നാണ് വിദേശകാര്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ചൈനയുമായുള്ള സഹകരണവും ചർച്ചയും തുടരും എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം മറ്റ് നയതന്ത്ര ബന്ധങ്ങളെല്ലാം തന്നെ ഈ ഗാൽവൻ സംഭവത്തോടുകൂടി വഷളായൊരു സാഹചര്യം കൂടി നമുക്കറിയാം. എന്നാൽ അത് പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഒരു സാധ്യത കൂടിയാണ്. അതായത് വ്യാപാര ഇടപാടുകൾ, വിദ്യാഭ്യാസ സൗഹൃദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും അയൽ രാജ്യങ്ങളുമായി കൂടുതൽ സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്നാണ് എസ് ജയശങ്കർ പറഞ്ഞു വെച്ചത്. അതിനർത്ഥം ചൈനയുമായി ഇനിയും ഒരു സഹകരണം ആവർത്തിക്കുവാൻ ഇന്ത്യ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്നാണ്. മാത്രവുമല്ല, ഈ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിലുണ്ടായിട്ടുള്ള സൗഹൃദങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ചൈനയടക്കം നിലപാടുകളിൽ മാറ്റം വരുത്തുവാനുള്ള സാധ്യത ആഗോളതലത്തിലെ ഈ നിരീക്ഷകർ വിലയിരുത്തുന്നുമുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയായി വേണം ഇന്ത്യയിലേക്കുള്ള വാങ് യിയുടെ കടന്നുവരവും അതോടൊപ്പം തന്നെ ചർച്ചകളെയും നമുക്ക് നോക്കിക്കാണാം. ശരി, നന്ദി അഭിലാഷ്. അതിഥിയിലേക്കും മറ്റു വാർത്തകളിലേക്കും എത്താം ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരം രണ്ടാം ദിവസവും തുടരുന്നു. ഇതോടെ യാത്രക്കാർ കൂടുതൽ ദുരിതത്തിലായി. സ്വകാര്യ ബസ്സുകളെ കൂടുതൽ ആശ്രയിക്കുന്ന വടക്കൻ ജില്ലക്കാരാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. അതേസമയം സമരക്കാരുമായി ചർച്ചയില്ലെന്ന നിലപാടിലാണ് സർക്കാർ. രണ്ടാം ദിവസവും സ്വകാര്യ ബസ് സമരം തുടരുമ്പോൾ എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിലും മലയോര മേഖലകളിലുമാണ് ജനങ്ങൾ കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ സാധാരണ ജീവിതത്തെ സമരം സാരമായി ബാധിച്ചു. മലയോര ജില്ലകളായ ഇടുക്കി, വയനാട്, പത്തനംതിട്ട എന്നിവിടങ്ങളിലും ജനങ്ങൾ ദുരിതത്തിലാണ്. വിദ്യാർത്ഥികളും ആശുപത്രികളിൽ പോകുന്നവരും ജോലിക്കായി വിവിധയിടങ്ങളിൽ പോകുന്നവരുമാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. KSRTC കാണുന്നില്ല, വലിയ പ്രയാസം തന്നെയാണ്. ഇന്നലെയും നിന്നുകൊണ്ടാണ് യാത്ര ചെയ്തത്, അതിന്റെ പ്രയാസം വേറെ. KSRTC ബസ്സുകൾ നാമമാത്രമായി സർവീസ് നടത്തുന്ന കാസർഗോഡ് ജില്ലയിലെ ജീവിതത്തെയും സമരം കാര്യമായി ബാധിച്ചു. ജീപ്പ്, സ്വകാര്യ വാനുകൾ എന്നിവയാണ് യാത്രക്കാർ ആശ്രയിക്കുന്നത്. ബസ് ചാർജ് വർധനയാവശ്യപ്പെട്ടാണ് സ്വകാര്യ ബസ് ഉടമകൾ ഇന്നലെ മുതൽ പണിമുടക്കുന്നത്. എന്നാൽ നിരക്ക് വർധന തത്വത്തിൽ അംഗീകരിച്ചതാണെന്നും LDFന്റെ അംഗീകാരത്തോടെ പ്രഖ്യാപിക്കുമെന്നുമാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല. ഈ മാസം 30-നാണ് ഇനി LDFും മന്ത്രിസഭാ യോഗവും ചേരുന്നത്. അതുകൊണ്ട് തന്നെ സമരം തുടരുമെന്നാണ് സൂചന. ന്യൂസ് 18 കോഴിക്കോട്. രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയരുന്നു. പെട്രോൾ ലിറ്ററിന് 87 പൈസയും ഡീസലിന് 84 പൈസയുമാണ് ഇന്ന് കൂട്ടിയത്. ഈ ആഴ്ച ഇത് 3-ാം തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. 4 ദിവസം കൊണ്ട് പെട്രോളിന് 2 രൂപ 65 പൈസയും ഡീസലിന് 2 രൂപ 53 പൈസയും വർദ്ധിപ്പിച്ചു. ഇന്ധനവില വർധനയിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. കോൺഗ്രസ്, DMK, CPM, CPI, NCP ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ലോക്സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. വിഷയത്തിൽ ധനമന്ത്രി വിശദീകരണം നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വില വർധന ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബെന്നി ബെഹനാൻ, രമ്യ ഹരിദാസ് MP എന്നിവർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. IPSന് അംഗപരിമിതർക്ക് അപേക്ഷിക്കാമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ, അജയ് S. ഓഗ എന്നിവരടങ്ങിയ ബെഞ്ച് ഇത് സംബന്ധിച്ച് ഇടക്കാല ഉത്തരവിറക്കി. സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ അംഗപരിമിതർക്ക് ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാമെന്നാണ് കോടതി ഉത്തരവ്. അതേസമയം സിവിൽ സർവീസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട അംഗപരിമിതരുടെ ഹർജികൾ വിശദമായി കേൾക്കാനും കോടതി തീരുമാനിച്ചു. കൂടുതൽ ഹർജികൾ ഉണ്ടെങ്കിൽ ഏപ്രിൽ 1-നകം സമർപ്പിക്കണം. ഏപ്രിൽ 2-ാം വാരം കോടതി ഹർജികൾ വിശദമായി പരിഗണിക്കും. പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരായ അവിശ്വാസ പ്രമേയം പാകിസ്ഥാൻ നാഷണൽ അസംബ്ലി ഇന്ന് പരിഗണിച്ചില്ല. അന്തരിച്ച പാർലമെന്റ് അംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തി നാഷണൽ അസംബ്ലി ഇന്നത്തേക്ക് പിരിഞ്ഞു. അധികാരത്തിൽ തുടരാൻ അവസാന നിമിഷവും സാധ്യമായ നീക്കങ്ങളെല്ലാം നടത്തുകയാണ് ഇമ്രാൻഖാൻ. സ്വന്തം പാളയത്തിൽ നിന്ന് കൂറുമാറിയ അംഗങ്ങളെ ആജീവനാന്തം അയോഗ്യരാക്കണമെന്ന ഇമ്രാൻഖാന്റെ ഹർജിയിൽ സുപ്രീംകോടതി വിധി നിർണായകമാകും. സ്പീക്കർ ആസാദ് കൈസറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന പാക് ദേശീയ അസംബ്ലി ഇമ്രാൻഖാനെതിരായ അവിശ്വാസ പ്രമേയം പരിഗണിച്ചില്ല. മുഹമ്മദ് റഫീഖ് തരാർ അടക്കം അടുത്തിടെ അന്തരിച്ച പ്രമുഖർക്ക് ആദരമർപ്പിച്ച നാഷണൽ അസംബ്ലി ഇന്നത്തേക്ക് പിരിഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് വീണ്ടും ചേരും. തിങ്കളാഴ്ച മുതൽ നിർണായക ദിവസങ്ങളാവും ഇമ്രാൻഖാന് മുന്നിൽ. അധികാരത്തിലേറി 3.5 വർഷത്തിനിടെ 2 തവണ അവിശ്വാസ പ്രമേയത്തെ നേരിട്ട ഇമ്രാൻഖാന് ഇത്തവണ കാര്യങ്ങൾ എളുപ്പമാവില്ല. അവിശ്വാസ പ്രമേയത്തിൽ സ്വന്തം പക്ഷത്തെയാണ് ഇത്തവണ ഇമ്രാൻ ഭയപ്പെടുന്നത്. ഇമ്രാന്റെ സ്വന്തം പാർട്ടിയിൽ നിന്നും
24 അംഗങ്ങൾ പ്രതിപക്ഷത്തിനൊപ്പമെന്നാണ് അവസാനം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇമ്രാൻഖാൻ രാജിവെക്കണമെന്ന് പലരും പരസ്യമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഭരണപക്ഷ സഖ്യത്തിൽ നിന്ന് 3 ചെറു പാർട്ടികൾ കൂടി പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നു. ഈ 3 പാർട്ടികളിലായി 17 അംഗങ്ങളുണ്ട്. 172 പേരുടെ പിന്തുണയാണ് അവിശ്വാസത്തെ മറികടക്കാൻ ഇമ്രാന് വേണ്ടത്. കണക്കുകൾ ഇങ്ങനെയാണെങ്കിലും അവസാനം വരെ പോരാടുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇമ്രാൻഖാൻ. പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് ഇമ്രാൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. വിമത എംപിമാരെ ആജീവനാന്തം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കണമെന്ന തന്റെ ഹർജിയിൽ പാക് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടാകുമെന്നാണ് ഇമ്രാന്റെ വിശ്വാസം. പാക് സൈന്യം പ്രതിപക്ഷത്തിനൊപ്പമായതിനാൽ ഇമ്രാന്റെ മുന്നിൽ മറ്റ് പോംവഴികളില്ലെന്നാണ് നിരീക്ഷകരുടെ പക്ഷം. പാകിസ്ഥാനിൽ ഇതുവരെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയും 5 വർഷം തികച്ചിട്ടില്ല. അതേ വിധിയാകുമോ ഇമ്രാനും? അതോ ചരിത്രം വഴിമാറുമോ? ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇടവേള. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായ തലേക്കുന്നിൽ ബഷീർ അന്തരിച്ചു. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്ന് വെളുപ്പിനായിരുന്നു അന്ത്യം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള പ്രമുഖർ അനുശോചനം അറിയിച്ചു. 1977 AK ആന്റണിക്ക് മുഖ്യമന്ത്രിയാവാൻ കഴക്കൂട്ടത്തു നിന്നും രാജിവെക്കുമ്പോൾ തലേക്കുന്നിൽ ബഷീറിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ആദർശവും സൗമ്യതയുമായിരുന്നു തലേക്കുന്നിൽ ബഷീറിന്റെ മുഖമുദ്ര. ചിറയൻകീഴ് മണ്ഡലത്തിൽ നിന്നും 2 തവണ ലോക്സഭയിലെത്തി. രാജ്യസഭയിലും 2 തവണ അംഗമായി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാവുന്നത്. 1945 വെഞ്ഞാറമൂടിന് സമീപമുള്ള തലേക്കുന്ന് ഗ്രാമത്തിലാണ് ജനനം. 9 വർഷത്തോളം തിരുവനന്തപുരം DCCയുടെ അധ്യക്ഷനായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും സംഘടനാ രംഗത്ത് സജീവമായി. നിരവധി പുസ്തകങ്ങൾ രചിച്ചു. അന്തരിച്ച പ്രമുഖ സിനിമാ താരം പ്രേം നസീറിന്റെ സഹോദരി സുഹറ ബഷീറാണ് ഭാര്യ. വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരെത്തി. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള പ്രമുഖർ അനുശോചിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസ് നേതാവ് യു രാജീവൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. അർബുദത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. കോഴിക്കോട് മുൻ DCC പ്രസിഡന്റാണ്. മൃതദേഹം DCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. KCUവിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ രാജീവൻ പുളിയഞ്ചേരി സൗത്ത് LP സ്കൂളിൽ അധ്യാപകനായിരിക്കെ സ്വയം വിരമിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. LJD-JDS ലയനം സ്വാഗതാർഹമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക ചർച്ചകൾ തുടങ്ങിയിട്ടില്ല. BJPക്കെതിരെ ശക്തമായ ഇടപെടലിന് ജനതാ പാർട്ടികളുടെ ലയനം അനിവാര്യമാണ്. അധ്യക്ഷനടക്കമുള്ള സ്ഥാനങ്ങൾ തർക്കവിഷയമല്ലെന്നും മന്ത്രി പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കുടുംബത്തിലെ അംഗങ്ങളല്ലേ, അതിലൊരു പ്രത്യേക ഒന്നും വേണ്ട ആവശ്യമില്ല. ചർച്ചകൾ തുടങ്ങിയിട്ടേ ഇല്ല. എന്നിട്ട് ചർച്ചയല്ല, അത് ആ ഒരു സന്തോഷമുണ്ട്. കൂടിയാലല്ല അതിലൊരു സന്തോഷമുണ്ട്. ആ ഒരു ആശയം മുന്നോട്ട് വെച്ചാൽ ഒരു സന്തോഷമുണ്ട്. നമ്മളെ യോജിക്കുക എന്നുള്ളത്. ഞങ്ങൾ 76 ഇല്ലേ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ജനതാ പാർട്ടി ഉണ്ടാകുമ്പോൾ ഇവിടെ ആരും തടസ്സമൊന്നും പറഞ്ഞില്ലല്ലോ. സ്ഥാനത്തിനൊന്നും ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് നമ്മുടെ ആവശ്യമാണ്. കോഴിക്കോട് മുതലക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിലേക്കുള്ള നിർബന്ധിത പണപ്പിരിവുമായി ബന്ധപ്പെട്ട് പോലീസിൽ കലാപം. ശമ്പളത്തിൽ നിന്ന് പണം പിടിക്കരുതെന്ന് കാണിച്ച് നിരവധി പോലീസുകാർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. കോഴിക്കോട് സിറ്റി റൂറൽ മേഖലകളിൽ 3600ഓളം പോലീസുകാരിൽ നിന്നാണ് പണപ്പിരിവ് നടത്തുന്നത്. കുടിശ്ശിക വന്ന കഴിഞ്ഞ 2 മാസത്തെ തുക പിരിക്കാൻ CIമാർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിന് പോലും സേനയിൽ വിലക്കുണ്ട്. വ്യത്യസ്ത വിശ്വാസികളും അവിശ്വാസികളുമുള്ള പോലീസ് ക്ഷേത്ര നടത്തിപ്പുകാരാവുന്നതിനെ ചൊല്ലിയാണ് പോലീസിൽ വിവാദങ്ങൾ പുകയുന്നത്. പുരാവസ്തു വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഭൂമിയിലാണ് മുതലക്കുളം ഭദ്രകാളി ക്ഷേത്രം. കാലങ്ങളായി കോഴിക്കോട് ജില്ലയിലെ പോലീസുകാരിൽ നിന്ന് പിരിവെടുത്താണ് ക്ഷേത്രകാര്യങ്ങൾ നടത്തുന്നത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറാണ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ്. ജില്ലയിലെ സിറ്റി റൂറൽ മേഖലകളിലെ 3600ഓളം പോലീസുകാരിൽ നിന്ന് ക്ഷേത്ര നടത്തിപ്പിന് വേണ്ടി പണം പിരിക്കുന്നുണ്ട്. ഓരോരുത്തരിൽ നിന്ന് പ്രതിമാസം 20 രൂപ വീതമാണ് പിരിവ്. വർഷം തോറും ലക്ഷങ്ങൾ ഇങ്ങനെ പിരിക്കുന്നു. ഈ അടുത്ത കാലത്താണ് നിർബന്ധ പിരിവിനെതിരെ പോലീസുകാർ രംഗത്ത് വന്നത്. ശമ്പളത്തിൽ നിന്ന് പണം പിടിക്കരുതെന്ന് കാണിച്ച് നിരവധി പോലീസുകാർ കമ്മീഷണർക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ പിരിവ് നടത്തിയിരുന്നില്ല. ഇപ്പോൾ 2 മാസത്തെ കുടിശ്ശിക പിരിക്കാൻ യൂണിറ്റ് മേധാവികളായ CIമാർക്ക് കമ്മീഷണർ രേഖാമൂലം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ക്ഷേത്രത്തിനു വേണ്ടി നിർബന്ധിത പണപ്പിരിവ് നടത്തുന്നതിനെതിരെ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാനൊരുങ്ങുകയാണ് സേനയിലെ ഒരു വിഭാഗം. മതേതരമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കേണ്ട പോലീസാണ് മതവിശ്വാസത്തിനു വേണ്ടി നിർബന്ധ പിരിവ് നടത്തുന്നത്. ഉത്സവം നടത്തലും ക്ഷേത്ര പരിപാലനവുമൊക്കെ പോലീസിന്റെ ജോലിയല്ല എന്ന് പറഞ്ഞുകൊടുക്കാൻ ഇനിയെങ്കിലും സർക്കാർ തയ്യാറാവണം.
എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. സുകാരന്റെ ജീവൻ നിലനിർത്താൻ കൈകോർത്ത് സുമനസ്സുകൾ. ശ്രീനന്ദന്റെ ജീവൻ നിലനിർത്താൻ ജനിതക സാമ്യമുള്ളവരെ കണ്ടെത്താൻ ക്യാമ്പിൽ നിരവധി പേരാണ് സന്നദ്ധരായി എത്തുന്നത്. തിരുവനന്തപുരം ഹസൻ മരക്കാർ ഹാളിലാണ് ക്യാമ്പ്. ശ്രീനന്ദന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ആൾക്കൂട്ടം. 2 മാസം മുൻപാണ് ശ്രീനന്ദന് രക്താർബുദം സ്ഥിരീകരിച്ചത്. അന്നു മുതൽ രക്തം മാറ്റി നൽകിയാണ് ജീവൻ നിലനിർത്തുന്നത്. രക്തം ഉൽപ്പാദിപ്പിക്കേണ്ട രക്തമൂലകോശം നശിച്ചു പോയതിനാൽ ശരീരം രക്തം ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതിനാൽ രക്തമൂലകോശം മാറ്റിവെക്കാൻ ജനിതക സാമ്യമുള്ളവരെ കണ്ടെത്തണം. അതിനാണ് ക്യാമ്പ്. ശ്രീനന്ദനെ പോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ ഒരു മാച്ചിന് വേണ്ടിയിട്ട് നോക്കുന്ന ആളുകളുണ്ട്, ഈ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്കൊക്കെ ആവശ്യം ഒരു മാച്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ മാച്ച് നോക്കുന്നത് നമ്മുടെ കുടുംബത്തിലായിരിക്കും. അപ്പോൾ കുടുംബത്തിൽ നിന്നൊരു മാച്ച് കിട്ടാനുള്ള സാധ്യത 30%. അപ്പോൾ കുടുംബത്തിൽ നിന്നൊരു മാച്ച് വരാതെ ഇരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ പുറത്തുള്ള ആളുകളുടെ മാച്ച് നോക്കേണ്ടതായിട്ട് വരും. 18-നും 50-നും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് ഒരു ദാതാവായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ക്യാമ്പയിനാണ് വാസ്തവത്തിൽ. കാരണം ഒരു കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി, അതല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ സ്റ്റെം സെൽസിൻ്റെ കാര്യത്തിൽ ഒരു ക്യാമ്പ് ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ മറ്റ് പലരെയും കൂടെ സഹായിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരാം. പ്രതീക്ഷയ്ക്ക് നമുക്ക് ഒരിക്കലും വിരാമം വെക്കാൻ പറ്റുന്നില്ല. കാരണം ഇതെൻ്റെ കുഞ്ഞിൻ്റെ ഒരു ജീവനായിട്ട് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. 45-50 ഡേയ്സിനുള്ളിലേക്ക് സാമ്പിൾ കളക്ഷൻ വന്നു കഴിഞ്ഞാൽ അത്രയും സമയം നമുക്കിതിന് അനുവദനീയമായിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ കുഞ്ഞിനെ ഇപ്പോൾ നമ്മൾ സ്റ്റെറോയിഡ് കൊടുത്തിട്ടാണ് നിർത്തിയേക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ക്യാമ്പസിൽ അപകടകരമായി വാഹനം ഓടിച്ചവർക്കെതിരെ നടക്കാവ് പോലീസും കേസെടുത്തു. 3 +2 വിദ്യാർത്ഥികൾക്കെതിരെയാണ് നടപടി. ഇന്നലെ മോട്ടോർ വാഹന വകുപ്പും വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിരുന്നു. സാഹസിക പ്രകടനം തടയുന്നതിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് കോഴിക്കോട് RTO വ്യക്തമാക്കി. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് ആഘോഷത്തിനിടെയുണ്ടായ വാഹനാപകടത്തിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത്. അപകടകരമായ റേസിംഗിനിടെ കാർ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സെന്റ് ഓഫ് ആഘോഷത്തിന് വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നെന്നും എന്നാൽ ഇത് ലംഘിച്ചായിരുന്നു അഭ്യാസ പ്രകടനമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തിരുന്നു. സ്കൂൾ പ്രിൻസിപ്പലിന്റെ പരാതിയിൽ ഇന്ന് നടക്കാവ് പോലീസും കേസ് രജിസ്റ്റർ ചെയ്തു. വിദ്യാർത്ഥികളുടെ സാഹസിക പ്രകടനം തടയുന്നതിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്ന് കോഴിക്കോട് RTO. സ്കൂളിനകത്തേക്ക് പോലീസിനോ മോട്ടോർ വാഹനത്തിനോ പ്രവേശനം ഇല്ലല്ലോ. അത് പ്രിൻസിപ്പലിന്റെ അധികാര മേഖലയാണ്. അദ്ദേഹം ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. മുക്കം MES കോളേജിലും സമാനമായ സംഭവമുണ്ടായി. കോളേജ് ഡേ ആഘോഷത്തിന് വിദ്യാർത്ഥികൾ ഉപയോഗിച്ച JCB അടക്കം 9 വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. അപകടകരമായി വാഹനമോടിച്ചതിന് 3 വിദ്യാർത്ഥികളുടെയും JCB ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കി. AP അബ്ദുൾ സലാം, അബ്ദുൾ വഹാബ്, മിഖായൽ തോമസ് അലക്സ് എന്നിവരുടെ ലൈസൻസാണ് താൽക്കാലികമായി മരവിപ്പിച്ചത്. ന്യൂസ് 18 കോഴിക്കോട്. വയനാട് നമ്പിക്കൊല്ലിയിൽ ഇപ്പോൾ സൂര്യകാന്തി വസന്തമാണ്. നെന്മേനി പഞ്ചായത്തിലെ നമ്പിക്കൊല്ലി പാടശേഖരത്തിലാണ് കത്തുന്ന വേനലിലും നിറക്കാഴ്ചയൊരുക്കി സൂര്യകാന്തി പൂത്തു നിൽക്കുന്നത്. കൊടും വേനലിൽ പാടങ്ങൾ വരണ്ടുണങ്ങുമ്പോൾ പ്രതീക്ഷയുടെ മഞ്ഞക്കടൽ തീർക്കുകയാണ് വയനാട് നമ്പിക്കൊല്ലി കഴമ്പ് ചൗണ്ടൻ പാടശേഖരത്തിലെ കാഴ്ചകൾ. 1 ഏക്കറിലാണ് ഇവിടെ സൂര്യകാന്തി പൂത്തു നിൽക്കുന്നത്. ഭക്ഷ്യ എണ്ണ കൃഷിക്ക് സർക്കാരിൽ നിന്ന് ആനുകൂല്യം ലഭിച്ചാൽ വലിയ പ്രോത്സാഹനമാകുമെന്ന് കർഷകനായ ബാലകൃഷ്ണൻ പറയുന്നു. സൂര്യകാന്തി പാടം കാണാനും ഫോട്ടോ എടുക്കാനും 100 കണക്കിന് ആളുകളാണ് എത്തുന്നത്. ഓയിൽ സീഡ്സിനുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ സംവിധാനത്തിലില്ല. എന്നാലും എന്നെക്കൊണ്ട് കഴിയാവുന്നതെല്ലാം ചെയ്യാമെന്ന് അനുപമ മാഡം എന്നോട് പറയുകയും അതിനനുസരിച്ച് അവരുടെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഈ കൃഷി ഞാൻ ഈ വർഷം ചെയ്തിട്ടുള്ളത്. സാധാരണ ഈ വേനൽക്കാലത്ത് തരിച്ചു കിടക്കുന്ന പാടങ്ങളിൽ ചെയ്യാവുന്ന ഒരു വിളയാണ്. ഒപ്പം തന്നെ കാണുന്നവർക്കൊരു സന്തോഷവും. കഴിഞ്ഞ വർഷവും ബാലകൃഷ്ണൻ സൂര്യകാന്തി കൃഷി ചെയ്തിരുന്നു. വയനാട്ടിലെ കാലാവസ്ഥ സൂര്യകാന്തി കൃഷിക്ക് അനുയോജ്യവും ലാഭകരവുമാണെന്ന് കർഷകൻ പറയുന്നു. ന്യൂസ് 18 വയനാട്. ലേഡീസ് ബാൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.